പിണറായി വിജയന്റെ മകൾ വീണ ടിക്കെതിരായ ED നീക്കത്തിനിടെ CPM നേതൃത്വത്തിനെതിരെ പരോക്ഷ വിമർശനവുമായി VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാർ. പ്രസ്ഥാനം പടുത്തുയർത്തപ്പെട്ടത് ഏതെങ്കിലും വ്യക്തിയുടെ താല്പര്യങ്ങളിൽ അല്ലെന്നും തലമുറകളായി ചോരയും വീർപ്പും നൽകിയ പാവപ്പെട്ട മനുഷ്യരുടെ വിശ്വാസത്തിലാണെന്നും അരുൺകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. സമകാലിക രാഷ്ട്രീയ വിവാദങ്ങളും പ്രചരണങ്ങളും സാധാരണ പ്രവർത്തകരിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടാകാം. പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യതയ്ക്ക് പോറലേൽക്കാതിരിക്കാനുള്ള ജാഗ്രത നേതൃത്വം എടുക്കണമെന്നും അരുൺകുമാർ പറഞ്ഞു. റഹീസ് റഷീദുണ്ട്. റഹീസ് റഷീദ് ഒറ്റയടിക്ക് പോസ്റ്റ് വായിക്കുമ്പോൾ ജനറലായിട്ടുള്ളൊരു പോസ്റ്റാണ്, പക്ഷേ മുതലക്കുളത്തെ വിശദീകരണം കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്ന പോസ്റ്റാണ് അല്ലേ റഹീസ് റഷീദ്? അരുൺകുമാർ, CPIM വീണ വിഷയത്തിൽ പ്രതിരോധത്തിൽ നിൽക്കുന്നതിന് ഇടെയാണ് VA അരുൺകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ CPM നേതൃത്വത്തെ മറ്റൊരർത്ഥത്തിൽ കുത്തുന്നത്. മുനവെച്ച് തന്നെയാണ് അരുൺകുമാർ സംസാരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ്. അതിനകത്ത് അരുൺകുമാർ പറയുന്നത് പ്രസ്ഥാനം പടുത്തുയർത്തപ്പെട്ടത് ഏതെങ്കിലും വ്യക്തികളുടെ താല്പര്യത്തിലല്ല എന്ന് പറയുമ്പോൾ പാർട്ടിക്കകത്ത് ചില കോണുകളിൽ നിന്നെങ്കിലും ഈ വീണയെ ഈ തരത്തിൽ പാർട്ടി പിന്തുണയ്ക്കണോ, വീണയ്ക്കെതിരായ നീക്കത്തിന് പാർട്ടി ഒന്നാകെ എന്തിന് പ്രതിരോധം തീർക്കണം എന്ന ചോദ്യം ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അരുൺകുമാറിൻ്റെ അഭിപ്രായ പ്രകടനം എന്നത് നമ്മൾ കാണേണ്ടതാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ ഈ അടിസ്ഥാന തത്വം ഓർക്കണം. അതായത് ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല പാർട്ടിയുടെ താല്പര്യങ്ങൾ വഴികഴിക്കേണ്ടത് എന്നത് പാർട്ടി പ്രതിസന്ധിയിലാകുമ്പോൾ ഓർക്കണം എന്നാണ് നേതാക്കളോട് പറയുന്നത്. പ്രസ്ഥാനത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് പോറലേൽക്കാത്ത ഒരു തീരുമാനമെടുക്കാനുള്ള ജാഗ്രത നേതൃത്വം കാണിക്കണം എന്നും അരുൺകുമാർ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പറയുന്നുണ്ട്. ഒപ്പം പണ്ട് അച്ഛൻ പറഞ്ഞിരുന്നു, ജനങ്ങളാണ്, അച്യുതാനന്ദൻ പറഞ്ഞത് ജനങ്ങളാണ് പ്രസ്ഥാനത്തിൻ്റെ കരുത്തെന്നത്, അത് വീണ്ടും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ആനുകാലിക വിഷയത്തിൽ സ്വാഭാവികമായി നേരിട്ട് പിണറായി വിജയനെന്നോ CPM എന്നോ വീണയെന്നോ എന്നൊന്നും പറയുന്നില്ലെങ്കിലും അത് തന്നെയാണ് VA അരുൺകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നിലെന്ന് ഒറ്റനോട്ടത്തിൽ വായിച്ചാൽ വ്യക്തമാണ്. അത് ജഗതി സിനിമയെ പറയുന്നത് പോലെ ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാം.